ചില അപ്പന്മാർക്ക് വകതിരിവില്ലെങ്കിലും പിള്ളേർക്ക് മക്കൾക്ക് നല്ല ബോധം ഉണ്ടാവും. ഈ പഴയകാലത്ത് മനസ്സ് അഭിരമിക്കുന്നത് കൊണ്ടാണ് ഈ തന്ത വൈബ് ഇങ്ങനെ പഴഞ്ചനായി പോകുന്നത്. ഇപ്പോൾ ഉണ്ടല്ലോ ജെൻസി വൈബിനാണ് പ്രിയം. ജെൻസി എന്ന് പറഞ്ഞാൽ 1997 2012 ഇടയ്ക്ക് ജനിച്ചവര്, അവരാണ് ഈ ഗ്രൂപ്പിൽ പെടുന്നത്. ഈ നേപ്പാളിൽ നടക്കുന്ന ചെറുപ്പക്കാരുടെ കലാപത്തെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു സംശയമുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു വർഷത്തിന്റെ ഒരു വേർതിരിവ് വന്നത്? ചെറുപ്പക്കാരെ അടയാളപ്പെടുത്തുന്നതിന് 1997 മുതൽ 2012 വരെ ജനിച്ചവർ എന്നാണ് അതിന്റെ ഒരു നിർവചനം കണ്ടത്. ഇനി 1996 95 ജനിച്ചവരോ അല്ലെങ്കിൽ 2013 2014 ജനിച്ചവരോ എന്തുകൊണ്ട് ഈ ജെൻസി വിഭാഗത്തിൽ വരുന്നില്ല എന്നൊരു ചെറിയ സംശയം നേരത്തെ മുതലുള്ളതാണ്. ഇപ്പോഴും അതിന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വിഷയം നേപ്പാളല്ല കേട്ടോ. അവിടെ പിള്ളേർ പറഞ്ഞ പോലെ അവിടുത്തെ ഭരണം നടക്കട്ടെന്നേ. 2008 വരെ അവിടെ രാജഭരണമായിരുന്നു. 240 വർഷം നീണ്ട ഷാ രാജവംശത്തിന്റെ ഭരണം. പിന്നീട് വലിയ കലാപമൊക്കെ ഉണ്ടായി, വിപ്ലവം തന്നെ നടന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാജഭരണം ഇല്ലാതായി പോയത്, അവർക്ക് താഴെ ഇറങ്ങേണ്ടി വന്നത്. പിന്നീട് ജനാധിപത്യ രാജ്യമായിട്ടത് മാറി. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ധാരാളം തെരഞ്ഞെടുപ്പുകൾ നടന്നു. നേപ്പാളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ അവർ അധികാരം പിടിച്ചു. പല കക്ഷികൾ ഒന്നിച്ചും വേർതിരിഞ്ഞുമൊക്കെ ഭരിച്ചു. പക്ഷെ നേപ്പാളിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നേപ്പാളിലെ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല. പട്ടിണിക്കാർ വീണ്ടും കൂടുതൽ പട്ടിണിക്കാരായി. അതേസമയം അധികാരം കൈയാളിയവര്, നേരത്തെ രാജകുടുംബവും അവരുമായി ബന്ധപ്പെട്ടവരുമായിരുന്നു രാജ്യത്തിന്റെ സ്വത്ത് നിയന്ത്രിച്ചിരുന്നെങ്കിലേ പിന്നീട് ജനാധിപത്യ മുതലാളിമാരുടെ കയ്യിലേക്ക് വന്നു. അവരാണല്ലോ പിന്നത്തെ രാജാക്കന്മാര്, ജനകീയ രാജാക്കന്മാര്. പിന്നീട് അവരതെല്ലാം പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ സ്വത്ത്, രാജ്യത്തിലെ തൊഴില്, രാജ്യത്തിലെ അവസരങ്ങള് ഇതെല്ലാം അവരുടെ കൈവശമായി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 2 പടുകൂറ്റൻ ഹോട്ടലുകൾ, ഹിൽട്ടൺ അല്ലേ, അത് കത്തിച്ചല്ലോ. ഇതൊക്കെ അവിടെ ജനാധിപത്യ ഭരണക്രമം വന്നതിന് ശേഷം അധികാരം പിടിച്ച ചില മന്ത്രിമാരുടെ മക്കളുടേതാ. അതൊക്കെ ജനങ്ങളുടെ ചെലവിൽ ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണ് അവർ പാർലമെന്റ് മന്ദിരമൊക്കെ ലക്ഷ്യമിട്ടതുപോലെ ഈ ഹോട്ടലുകളും ടാർഗറ്റ് ചെയ്തത്. അതെല്ലാം ശരിയല്ലാത്ത വഴികളിലൂടെ വന്ന പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ അധികാരത്തിന്റെയും സാമ്പത്തിക അധികാരത്തിന്റെയും ഒക്കെ ചിഹ്നങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ കലാപകാരികള് ഈ ഹോട്ടലിന്റെ അടിയിൽ തീ കൊടുത്തത്. അവിടെ പട്ടിണിയായിരുന്നു, തൊഴിലില്ലായ്മയായിരുന്നു. തൊഴിലില്ലായ്മ സർവകാല റെക്കോർഡിലെത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഴിമതി. ഈ സമ്പന്നവർഗം എന്ന് പറയുമ്പോൾ ഭരണാധികാര വർഗത്തിന്റെ, അതിൽ നിന്ന് ഈ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും മോചിതരായിരുന്നില്ല. അവരൊക്കെ അതിന്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ചെറുപ്പക്കാര് ജെൻസി ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ കലാപത്തിന്റെ വഴിയിലേക്ക് വന്നത്. ഈ ജെൻസികൾ ആവശ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ സുശീലക്കാർക്ക് ഇവിടെ ഭരിക്കട്ടെ, ഇടക്കാല പ്രധാനമന്ത്രി ആവട്ടെ, അല്ലെങ്കിൽ പട്ടാളം ഇച്ഛിക്കുന്നത് രാജഭരണമാ, അത് വന്നോട്ടെ. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്കിട്ട് പാരവരുത്. അതായത് ഇന്ത്യക്കിട്ട് അവിടുത്തെ സംഭവവികാസങ്ങൾ ഒരു പാരയാവരുത്. അതല്ലാതെ നമുക്ക് ഈ നേപ്പാളിന്റെ കാര്യത്തിൽ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അവിടെ വേണ്ട നമുക്ക് കൈവിട്ട പോരാ. അവരുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പണ്ട്, അത് പഴയ കഥയാ. ഇപ്പൊ അത്രയൊന്നും പോരാ. ലോകത്തുള്ള ഏക ഹിന്ദു രാഷ്ട്രമെന്നാണ് നേപ്പാളിനെ പറ്റി പറയുന്നത്. ചേട്ടാ, നമ്മൾ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ തൊട്ടയൽവത്ത് എന്തിനാണ് മറ്റൊരു ഹിന്ദു രാഷ്ട്രം? ഒരുപക്ഷെ ആ ഒരു ചിന്തയാണോ ഈ BJP സർക്കാരും നേപ്പാളും തമ്മിൽ അകലുന്നതിനൊരു കാരണമായതെന്ന് പോലും നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന നമ്മുടെ അയൽ രാജ്യങ്ങള് മിക്കതിനും നമ്മളുമായിട്ടൊരു നല്ല സൗഹൃദ ബന്ധമില്ല. കുശുമ്പും പൈശന്യമാണ്. ഒന്നാമത് ചൈന, പിന്നെ ചിരവൈരികളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, പിന്നെ നേപ്പാള്. നമ്മളുടെ ഒരു ചെറിയ അടുപ്പമൊക്കെ പുലർത്തുന്നത് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ നമ്മൾ പറഞ്ഞ് കാട് കയറിപ്പോയി കേട്ടോ. നമ്മുടെ വിഷയം അതേ അല്ല. ഈ ജെൻസികളെ കുറിച്ച്, ചെറുപ്പക്കാരുടെ വൈബിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ നേപ്പാള് കടന്നു വന്നതാ. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം UP-യാ. UP-യിലെ ഒരു BJP മന്ത്രിയുടെ മകന്റെ ഒരു ചിത്രം അതിപ്പം വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലിയ വിഷയമൊന്നും അല്ല, അങ്ങനൊന്നും അവകാശപ്പെടുന്നില്ല.
എങ്കിൽ പോലും ഈ രാജ്യത്തുണ്ടാകുന്ന ചില കൊച്ചു കൊച്ചു മാറ്റങ്ങളുടെ ഒരു ലക്ഷണമായിട്ടോ ഒരു സൂചനയായിട്ടോ നമുക്ക് ഈ ചിത്രത്തെ എടുക്കാം. അതുകൊണ്ടാണ് ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നല്ല ജെൻസി വൈബുള്ള ഒരു ചിത്രമാണ് നമ്മൾ ഈ പരാമർശിക്കുന്നത്. യു പിയിലെ ഒരു മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ്, അദ്ദേഹത്തിന്റെ മകൻ പീയൂഷ് സിംഗ്, ഈ പീയൂഷ് സിംഗും നമ്മുടെ രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രം. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പീയൂഷ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ ഗ്രഹിച്ച് അദ്ദേഹത്തോട് എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു ചിത്രം. അതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് ഉത്തരേന്ത്യൻ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നിരിക്കുന്നത്. ഈ ദിനേശ് പ്രതാപ് സിംഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ കോളത്തിൽ നമ്മളൊന്ന് പരാമർശിച്ചതാ. രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് വരുമ്പോൾ, റായ്ബറേലി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്, അവിടെ നിന്നുള്ള MP അവിടെ സദാസമയവും റായ്ബറേലിയിൽ എത്തുന്നില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാതി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ടും രാജ്യത്ത് ഉടനീളം സഞ്ചരിക്കേണ്ടത് കൊണ്ടും അതുപോലെ തന്നെ രാജ്യം നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ടും അങ്ങനെ സ്ഥിരമായിട്ട് റായ്ബറേലിക്ക് പോകാൻ പറ്റത്തില്ല. അതങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വാരണാസിക്ക് എത്ര തവണയാണ് പോയിട്ടുള്ളത്? കഴിഞ്ഞിട്ടേ വന്നെടുത്ത് എത്ര തവണ അവിടെ പോയിട്ടുണ്ടാവും? അത് അദ്ദേഹത്തിന് സാധ്യമല്ല, പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പൊ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം റായ്ബറേലിയിലേക്ക് പോവുക, അവിടെ ചില ഔദ്യോഗിക യോഗങ്ങൾ, ഈ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കോർഡിനേഷൻ, അതിൻ്റെ ഒരു മോണിറ്ററിങ്, ഇതിനായിട്ടൊക്കെ പോകുന്ന വഴിക്ക് ഈ ദിനേശ് പ്രതാപ് സിംഗ് അവിടെ ഹൈവേയിൽ കുറെ BJP-കാരന്മാരുമായിട്ട് ചെന്നിട്ട് റോഡ് തടഞ്ഞു, അദ്ദേഹത്തെ തടഞ്ഞു, അദ്ദേഹത്തിന് വഴി മറിപ്പോകേണ്ടിയൊക്കെ വന്നു. അങ്ങനെ നമ്മളിന്ന് പരാമർശിച്ചത്. അങ്ങനെ രാഹുൽ ഗാന്ധി എവിടെ എങ്ങനെ എപ്പോൾ കിട്ടിയാലും വിമർശിക്കുക, എതിർക്കുക, പറഞ്ഞല്ലോ കായികമായിട്ട് പോലും അത് അദ്ദേഹം ഒരു ധർമ്മമായിട്ട് കർമ്മമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരാളാ. പണ്ട് കോൺഗ്രസ് ആയിരുന്നു റായ്ബറേലിയിൽ, പിന്നീട് BJP-യിലേക്ക് ചാടി. അവിടെ ആ ലാഭമെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ ഉത്തരേന്ത്യ ഒത്തിരി പേര് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടല്ലോ BJP-യിൽ. ഈ ഭാഗ്യാന്വേഷികൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരെ പറയാം. MLA ആവാൻ, MP ആവാൻ, മന്ത്രിയാവാൻ, അതുപോലെ മറ്റ് അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്താൻ പലരും പോയിട്ടുണ്ട്. അതിലൊരാളാണ് ഈ ദിനേശ് പ്രതാപ് സിംഗ്. അദ്ദേഹം അവിടെ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, അവിടെ നൈസായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ചതുർത്ഥിക എവിടെ കണ്ടാലും എതിർക്കും. പിന്നെ മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധിയെ നിരന്തരമായിട്ട് എതിർക്കുന്ന ഒരാളെന്ന് പറഞ്ഞാല് ഈ BJP-യുടെ മേധാവികൾക്ക് വലിയ സന്തോഷമാവും. ചേട്ടാ, നമ്മുടെ ദിനേശ് പ്രതാപ് സിംഗ് ആടുമിടുക്കനാകട്ടോ, രാഹുൽ ഗാന്ധി എവിടെ കണ്ടാലും എതിർക്കും, ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രതിഷേധമായിട്ടുണ്ടാവും. അങ്ങനെ ഒരാളെ BJP നേതൃത്വം ഒന്ന് നോക്കി വെക്കുമല്ലോ. അടുത്ത തവണ കൂടുതൽ നല്ല വകുപ്പുകളൊക്കെ ചിലപ്പോൾ UP-യിൽ ജയിച്ചാല് കിട്ടുകയും ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം. അദ്ദേഹത്തിന്റെ മകനാണ് നമ്മൾ ഈ പറഞ്ഞ പീയൂഷ് സിംഗ്. കഴിഞ്ഞ ദിവസം റായ്ബറേലിയില് ഒരു യോഗം ഉണ്ടായിരുന്നു. അമേത്തിയിലെയും റായ്ബറേലിയിലെയും ഈ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനമാണ്. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, ദിശ എന്ന് പറയും. അത് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ആവശ്യത്തിനുള്ള പണം അതാത് സമയങ്ങളിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആയിരുന്നു. അവിടെ ഈ മനുഷ്യൻ ചെന്നു. അദ്ദേഹം റായ്ബറേലിക്കാരനാണ്. റായ്ബറേലി, അമേത്തി എന്നീ മണ്ഡലങ്ങളിലെ MP-മാരും അവിടുത്തെ MLA-മാരും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൽ സംബന്ധിക്കേണ്ട ഒരാൾ തന്നെയാണ്. ചെന്നപ്പം മുതൽ മുട്ടം വഴക്ക് രാഹുൽ ഗാന്ധിയുമായിട്ട്. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? അദ്ദേഹം അധ്യക്ഷനല്ലയോ? അധ്യക്ഷൻ പറയുന്നൊന്ന് കേൾക്കണ്ടായോ? അതിന് ഇദ്ദേഹം സമ്മതിക്കത്തില്ല. ഈ നേരത്തെ അവിടെ ഈ റോഡിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തടയാൻ. അപ്പൊ ഈ യോഗത്തിലും അദ്ദേഹം വഴക്കോട് വഴക്ക്. അവസാനം രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നു, സുഹൃത്തെ, ഞാനാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഞാൻ പറയുമ്പോഴാണ് താങ്കൾ സംസാരിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ ബഹളം വെക്കരുത്. ഈ അതിന്റെ ദൃശ്യക്കളങ്ങ് വൈറലായി, ഭയങ്കര ബഹളമാണ് MLA-മാരും MP-മാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ യോഗത്തില്. അപ്പോൾ ഉടനെ ദിനേശ് പ്രതാപ് സിംഗ് ഒരു മുട്ടാപ്പോക്കുമായിട്ട് വന്നു. താങ്കൾ ലോക്സഭയിൽ സ്പീക്കറെ അനുസരിക്കാറില്ല, സ്പീക്കറോട് തർക്കുത്തരം പറയും, അങ്ങനെയുള്ള ഒരാള് ഇവിടെ വന്ന് എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ വലിയൊരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി. ഇതിന് ശേഷം ഈ സമ്മേളനത്തിൽ ഈ ബ്ലോക്ക് തലത്തിലെന്തോ ചില ഉത്തരവാദിത്തങ്ങളുള്ള പീയൂഷ് സിംഗ് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴ് പീയൂഷ് സിംഗിനൊരു ആഗ്രഹം, രാഹുൽ ഗാന്ധിയുമായിട്ടൊന്ന് സംസാരിക്കണം, അദ്ദേഹത്തെ ഒന്ന് അഭിവാദ്യം ചെയ്യണം, കൂടെ നിൽക്കണം, ഒരു ചിത്രം എടുക്കണം എന്നൊക്കെ ആ പയ്യൻസിനൊരു ഒരു ആഗ്രഹം. അതിന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ അപ്പന്മാരുടെ വൈബെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയൊന്നും ആ കൂട്ടത്തിൽപ്പെടുന്നതല്ലല്ലോ.
ഈ മിത്തുകളിലും കെട്ടുകഥകളിലും ഒക്കെ ഉള്ള ഇന്ത്യയെക്കുറിച്ചല്ലല്ലോ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ്, ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം, ശാസ്ത്രീയമായ രീതിയിൽ ഇന്ത്യക്ക് വികസനം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത, അതെങ്ങനെ വേണം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി സാധാരണ ആളുകളോട് പറയുന്നത്. അദ്ദേഹം ചർച്ച ചെയ്യുന്ന അത്തരം വിഷയങ്ങളാ. അല്ലാതെ പൗരാണിക ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരാണ് ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഗ്രാവിറ്റി തിയറി ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇന്ത്യക്കാർക്ക് അറിയാമായിരുന്നു. ചാണകം ഭക്ഷിക്കുകയും ഗോമൂത്രം കഴിക്കുകയും ചെയ്താൽ പല പല രോഗങ്ങൾക്കും ശാന്തി കിട്ടും. ഈ വക കാര്യങ്ങളൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. ബി ജെ പിയിലെ ചെറുപ്പക്കാർക്കും അറിയാം ഇതൊക്കെ പോഴത്തങ്ങളാണെന്ന്, മണ്ടത്തരങ്ങളാണെന്നറിയാം. അവരതിലൊന്നും വലിയ വിശ്വാസം അർപ്പിക്കുന്നില്ല, പ്രാധാന്യം കൽപ്പിക്കുന്നുമില്ല. ആ തലമുറയുടെ ഒരു പ്രതിനിധിയാണ് പീയൂഷ് സിംഗ്. അദ്ദേഹം വന്നു, രാഹുൽ ഗാന്ധിയുമായിട്ട് പരിചയപ്പെടുന്നു. കണ്ട നമ്മുടെ ഈ ഷാഫി പറമ്പിലിനെ പോലൊരു സുന്ദരനാകട്ടോ, അതുപോലൊക്കെ ഇരിക്കും. ഏതാണ്ട് ആ പ്രായം, ചിലപ്പോൾ 2 വയസ്സ് കുറവാണെങ്കിലേ ഉള്ളൂ. ചെക്കൻ കയറി രാഹുൽ ഗാന്ധിയുമായിട്ടൊരു നല്ല ബന്ധം അങ്ങ് സ്ഥാപിച്ചു. ചിരിച്ചു കളിച്ച് അവര് സന്തോഷകരമായിട്ട് സംസാരിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഇതിന്റെ ബാക്ക് ഡ്രോപ്പിൽ, ഇതിന്റെ പിന്നാമ്പുറത്ത് ഈ നമ്മുടെ ദിനേശ് പ്രതാപ് സിംഗ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രവും ഉണ്ട് കേട്ടോ. അതതിനകത്തെ ഏറ്റവും രസകരമായ കാര്യം. സംഗതി കയറി അങ്ങ് വൈറലായി. ബി ജെ പിക്കാർ പോലും നമ്മുടെ ദിനേശ് പ്രതാപ് സിംഗിനെ തള്ളിപ്പറഞ്ഞു. ഇതിനെപ്പറ്റി വലിയ സംഭവമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. ഒരു ബി ജെ പി നേതാവിൻ്റെ മകൻ രാഹുൽ ഗാന്ധിയെ കണ്ട് കൈകൊടുത്തതും ചിരിച്ചതും സംസാരിച്ചതും. പക്ഷേ അത് ചില സൂചനകളുണ്ട്, ചിലതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഈ ബി ജെ പി കെട്ടിപ്പൊക്കുന്ന മതാധിഷ്ഠിതമായ ചിന്തകൾക്കൊക്കെ മുകളിൽ ശാസ്ത്രീയമായ സമീപനത്തെ, അതിനെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവർ ബി ജെ പിയിലെ ചെറുപ്പക്കാർക്കിടയിലും വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ശക്തമായ സൂചന.